അയ്യോ വണക്കം. ആഴ്ചയിൽ എത്ര തള്ളക്കി വിളി ഒരു എം പിക്ക് കേൾക്കാനായിട്ട് സാധിക്കും? ഡസൺ കണക്കിന് തള്ളക്കി വിളി കേട്ടിട്ട് നന്നാവാത്ത എം പിമാരുടെ ആ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ഏറ്റവും മുൻ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ പൊട്ടാസ് എം പി ആയിരിക്കും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത്. ഈ ആഴ്ചയിൽ രണ്ടാമത്തെ തള്ളക്കി വിളിയാണ് അണ്ണ ഈ കേൾക്കുന്നത്. ആദ്യം നമ്മുടെ വിനായകനുണ്ടല്ലോ, നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ ആക്ടിവിസ്റ്റും സിനിമാ നടനൊക്കെ ആയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്മികളുടെ ഗർജിക്കുന്ന സിംഹം കൂടെയായ വിനായകൻ്റെ വായിൽ നിന്നൊരു തള്ളക്കി വിളി അണ്ണൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, അണ്ണ CJP പ്രൊട്ടസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അമ്പട ഞാനേ എന്ന് പറഞ്ഞ് മേനി നടിക്കാനായിട്ട് ശ്രമിച്ചു. വിനായകൻ പറഞ്ഞു, പോയി വല്ല മലവും വാരിത്തുനിന്ന് ജീവിക്കട, പിള്ളേരെ അധ്വാനത്തിൻ്റെ പങ്ക് പറ്റാൻ വരാതെ, നല്ല തടിയുണ്ടല്ലോ നിനക്ക് എന്നാണ് വിനായകൻ പറഞ്ഞത്. ഈ ഭാഷയിലല്ല പറഞ്ഞത്, ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് പറയാനായിട്ട് എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് വിനായകൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിവിടെ ആ സ്ക്രീൻഷോട്ട് കാണിച്ചേനെ, അത് കാണിക്കാനും എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് ഇപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പി തള്ളക്കി വിളി കേട്ടിരിക്കുന്നത് നമ്മുടെ ലോക്സഭയിലാണ്. വേണമെങ്കിൽ ആ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് വരാം. Our honorable former Chief Minister Amma wrote again in June 2014 and October 2015 to the then Prime Minister Modi ji, urging the centre to withdraw the UPA second's own review petition and respect the earlier judgment striking down NEET. Sir, the review petition, your Amma, the review petition that kept this examination alive in the courts was filed under the UPA government headed by the Congress. തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള തമ്പിദുരൈ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പി നല്ല ക്ലാസ് ആയിട്ട് തള്ളക്കി വിളി കേട്ടിരിക്കുന്നത്. പിന്നെ ഒന്ന് മൂപ്പിച്ചെങ്കിൽ അണ്ണൻ തിരിഞ്ഞിരുന്ന് ചെപ്പാക്കുറ്റി അടിച്ച് നെരിച്ചതിനെന്നാണ് ആ വിഷ്വലി കണ്ടിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. കാരണം അമ്മാതിരി ചൊറിയാണ് ബാക്കിൽ ഇരുന്ന് ചൊറിയുന്നത്. ഒരാൾ മാനം മര്യാദയ്ക്ക് നീറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പുള്ളിയുടെ തമിഴ്നാട്ടിലെ അമ്മ ആരാണ്? ജയലളിത. തമിഴ്നാട്ടിലെ അമ്മയായിട്ടുള്ള ജയലളിത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, നീറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞത് അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അമ്മ എന്നിങ്ങനെ പറയുന്നു. ഈ അമ്മ എന്ന് കേട്ടപ്പോൾ നമ്മുടെ ബ്രിട്ടാസിന് എന്ത് ചെയ്തു? പെട്ടെന്ന് അമ്മേ, എന്തമ്മ, ഏതമ്മ? ഭാരതാംബ ആയിരിക്കും. ഇനി ഭാരതാംബ ആരാടാ ഭാരതാംബ? അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. കാരണം പുള്ളിക്ക് ഈ അമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കുരുപൊട്ടും. അതാണ് പുള്ളിയുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. ജനറ്റിക്സിലുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പുള്ളിയുടെ മാത്രമായിട്ടുള്ള ജനറ്റിക്സിൽ ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എന്ന് കേൾക്കുമ്പോൾ പിന്നെ ഭാരതാംബ, പിന്നെ മറ്റു പല അമ്മമാർ, അങ്ങനെയുള്ള അമ്മമാരെയൊക്കെ കേൾക്കുമ്പോഴേ പുള്ളിക്ക് മമ്മീന്നല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ അമ്മ, ഒരു ഓണറബിൾ അമ്മ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന പുള്ളി മറ്റേ പോഞ്ഞിക്കര ഉണ്ടല്ലോ, കല്യാണ ജാമലിൽ പോഞ്ഞിക്കര, ഇതെവിടുന്ന മദ്യത്തിൻ്റെ മണം, ഞാനറിയാതെ ഈ തറവാട്ടിൽ കുടിക്കുക എന്ന് പറയുന്നത് പോലെ പുള്ളി ഇങ്ങനെ ചാടി എഴുന്നേറ്റ്. അതുവരെ ഉറക്കം തൂങ്ങിയിരുന്നാണ്. ചാടി എഴുന്നേറ്റ് പുള്ളിയുടെ മറ്റേ ആ ചെവിയിലിരിക്കുന്ന മറ്റേ ഹെഡ്ഫോണൊക്കെ ഊരി മാറ്റിയിട്ട് അമ്മേ, യാവമ്മ, വിച്ചമ്മ എന്ന് വിച്ചമ്മ. ഇത് കേട്ടിട്ട് തമ്പിദുരൈ മിണ്ടിയില്ല. തമ്പിദുരൈ എന്ത് ചെയ്തു? പിന്നെ അങ്ങേത് നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണല്ലോ. അവന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരവും ഇല്ല, വിവേകവും ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പുള്ളി PhD എക്കണോമിക്സ് ആണ് 1986 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു? വളരെ മാന്യമായിട്ട് അവിടെ നിന്ന് വളരെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പിറകെ ഇരുന്നുകൊണ്ട് ചൊറിയെന്ന് വിച്ചമ്മ. ഉടനെ പുള്ളി ഇങ്ങനെ നിന്നുകൊണ്ട് യുവർ അമ്മ എന്ന് പറഞ്ഞു. അതായത് തിരിഞ്ഞിരുന്ന് തള്ളക്കി വിളിക്കുന്നതിന് പകരം യുവർ അമ്മ മിണ്ടായില്ലടാ അവിടെ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അതോടുകൂടി ജോൺ ബ്രിട്ടാസിന് മതിയായി. പുള്ളി ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല സംഭവം. പുള്ളി ഇങ്ങനെ ഇത് കേട്ടിട്ട് ആരാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് അറിഞ്ഞൂടെ. ഇനി നമ്മുടെ RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിലും പിന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത ഇറാനിൽ അയത്തുള്ള ഖമേനിയെ ഡൊണാൾഡ് ട്രംപ് തീത്തല്ലോ. അത് കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് നോട്ട് ഔട്ടിരിക്കുന്ന ഹിറ്റ് ലിസ്റ്റിലുള്ള ഒന്നാമനായിട്ടുള്ള നമ്മുടെ റഹീം സേറിനെയാണോ നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നിന്ന് നോക്കിയിട്ട് റഹീം സാറിനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു ആക്ഷനാണ് പുള്ളി അവിടെ ഇരുന്ന് ഇടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഐഷി ഘോഷിനെ പിടിക്കാനായിട്ട് AKG സെൻറ്ററിൽ പോലീസ് കയറി വന്നു എന്നുള്ളതാണ്. സത്യം പറയട്ടെ, ഈ AKG സെൻറ്റർ അവിടെ കണ്ടുപിടിക്കാൻ തന്നെ പോലീസ് 4-3-7 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് AKG സെൻറ്റർ അവിടെ എവിടെ ഇരിക്കുന്നെന്ന് പോലും പോലീസിനെ അറിഞ്ഞുകൂടാ. പിന്നെ ഐഷി ഘോഷ് ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിത്തം തന്നെ. ഇപ്പം തന്നെ 31-32 വയസ്സായി. ഇനി 10-40 വയസ്സാവാനായിട്ട് 8-9 കൊല്ലം മാത്രമേ ഉള്ളൂ. അപ്പോഴും 10-40 വയസ്സാകുമ്പോഴും ഐഷി ഘോഷ് ആരാണ്? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സ്റ്റുഡൻ്റാണ് ഐഷി ഘോഷ് എന്ന് പറയുന്നത്. അപ്പോഴും പഠിത്തം എന്താണ് പഠിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ പ്രൊട്ടസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പഠിത്തം തന്നെ. പിന്നെ ഈ JNUവിലെ ഹോസ്റ്റലുകൾക്കൊക്കെ 2-3 രൂപയൊക്കെ കൊടുത്ത്
കഴിഞ്ഞാൽ അവിടെ താമസിക്കാനായിട്ട് പറ്റും. അതൊക്കെ ഇങ്ങനെ ലാക്കാക്കി എടുത്തുകൊണ്ട് പഠിത്തം തന്നെ, ഒരു രക്ഷയില്ലാത്ത പഠിത്തമാണ്. രാത്രിയൊന്നും ഹോസ്റ്റലിൻ്റെ അടുത്തോട്ടൊന്നും ആർക്കും അടുക്കാൻ പറ്റില്ല. കാരണം അമ്മാതിരി ഉച്ചത്തിലാണ് പാഠഭാഗങ്ങളൊക്കെ വായിച്ച് പഠിക്കുന്നത്. കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പാഠഭാഗങ്ങൾ വായിച്ച് പഠിച്ചാലേ തറവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ 2-3 കൊല്ലമൊക്കെ ഒരേ ക്ലാസ്സിൽ തന്നെ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് തറവായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരു 41-42 വയസ്സൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ ഐഷി ഘോഷ് വിദ്യാർത്ഥിയാണല്ലോ, ആ വിദ്യാർത്ഥി ആയതുകൊണ്ട് എന്താണ് ഒരു ജുബ്ബയും ഒരു മറ്റേ തോർത്ത് മറ്റേ ഇതുണ്ടല്ലോ മറ്റേ കൈലി സഞ്ചി ഇട്ട് പിന്നെ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി ഹം ലേക്കെ രംഗേ ആസാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇനി ഒരു 41-42 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മൾ ആനി രാജയെ പോലെയോ അല്ലെങ്കിൽ മറ്റ് കമ്മികൾ നടക്കുന്നത് പോലെയോ കമ്മികളായിട്ടുള്ള കുലസ്ത്രീകൾ നടക്കുന്നത് പോലെയോ ഒരു വട്ടപ്പൊട്ടൊക്കെ തൊട്ട് നല്ല രീതിയിൽ ഒരു വെള്ള സാരിയൊക്കെ ധരിച്ച് എന്ത് ചെയ്യും, മുടിയൊക്കെ ഇപ്പം മാലാകോലയാണ് കിടക്കുന്നത്, ആ മുടിയൊക്കെ എന്ത് ചെയ്യും, ആ മുടിയൊക്കെ നമ്മൾ സ്ട്രൈറ്റൻ ചെയ്ത് ഒരു കണ്ണാടിയൊക്കെ വെച്ച് നമ്മൾ ബുദ്ധിജീവിയായി മാറിക്കഴിഞ്ഞു. കാരണം പഠിച്ച് നമ്മൾ ബുദ്ധിജീവിയായി, അങ്ങനെ ബുദ്ധിജീവിയായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ മാറും. ആ സമയം വരെ ഈ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങനെ മാറിയിട്ട് പിന്നെ അവിടെ കിടന്ന് തെണ്ടി തിരിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഐഷി ഘോഷിനെ പിടിക്കാനായിട്ട് AKG സെൻറ്ററിൽ ചെന്നപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസ് AKG സെൻറ്ററിൽ പോലീസിന് മുമ്പിൽ നെഞ്ചും പിരിച്ചു നിന്ന്. പോലീസ് സത്യം പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായില്ല. ഇത് ആരുടെ നെഞ്ചും പിരിച്ചു നിന്ന്? നമ്മുടെ ഹൈബി ഈഡനെ പിടിക്കുന്നത് പോലെയാണ്. ഹീസ് ഈഡൻ, ഹൈബി ഈഡൻ, ഇടുക്കി MP, ഡോണ്ട് ബീറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ജോൺ ബ്രിട്ടാസ് നെഞ്ചും പിരിച്ചു നിന്ന്. എന്നിട്ട് ജോൺ ബ്രിട്ടാസ് പുറത്തിറങ്ങി ഒരൊറ്റ കാച്ചലാണ്. RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ 3ാമത്തവനാണ് ഞാൻ ഇന്ന്. ഞാനേ RSSൻ്റെ ഹിറ്റ് ലിസ്റ്റ് 3ാമത്തവനാണ്. ഈ RSSന് അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റൊക്കെ RSS ഉണ്ടാക്കി അവനെ പോലുള്ളവനെയൊക്കെ 3ാം സ്ഥാനത്ത് RSS പിടിച്ചിടണമെങ്കിൽ അന്ന് അമ്മച്ചിയാണ് ഞാൻ ഈ മാധ്യമ പ്രവർത്തനം നിർത്തും. ഇത് യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണെന്ന് അറിയണമെങ്കിൽ. അതിലും പരം നാണക്കേട് ആ സംഘടനയ്ക്ക് പിന്നെ വരാനുണ്ടോ? അതിലും പരം നാണക്കേട് പിന്നെ ആ സംഘടനയ്ക്ക് വരാനില്ല. ഇവനെ പോലുള്ള കൃമി കീടങ്ങളെയും പരാഞ്ഞ ഭോജികളെയൊക്കെയാണ് RSS ലക്ഷ്യമിടുന്നത്. വല്ല ഒസാമ ബിൻ ലാദനോ അല്ലെങ്കിൽ വല്ല മറ്റേ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ അങ്ങനെയൊക്കെ ആരെങ്കിലും RSS ഒരു ഹിറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു ഗുമ്മുണ്ട്. ഇത് AA റഹീം, ശിവദാസൻ MP, പിന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസ്, ഇവരൊക്കെയാണ് RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത്. അതിലിപ്പോൾ ഒരു ഗതികേട് സത്യം പറഞ്ഞാൽ ആ സംഘടനയ്ക്ക് വരാനില്ല. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ ആ സംഘടന ഡിസ്മാൻഡിൽ ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് താഴെ ഇറക്കി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ വാച്ച് കൂട്ടിയിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ്. ഈ ആഴ്ചയിൽ ഇത് 2ാമത്തെ തവണയാണ്. ഇനിയും ഹിറ്റ് ലിസ്റ്റുമായിട്ട് ഈ വഴിയൊക്കെ വരില്ലേ എന്നാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി.